ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആസ്ട്രാലിയൻ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലെ 7ാമത്തെ ചോദ്യമാണ്. ചോദ്യം: റീഡ് ദി 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ബിലോ. താഴെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അവ വായിച്ചിട്ട് അതിൽ നിന്ന് കറക്റ്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ ചോദ്യത്തിന് 1 മാർക്കാണ്. സ്റ്റേറ്റ്മെൻറ്റ് എ: 2 is not the square of any natural number or fraction. Statement B: 2 is the square of a number between 1 and 2. പ്രസ്താവന 1: ഒരു എണ്ണൽ സംഖ്യയുടെയോ ഭിന്നസംഖ്യയുടെയോ വർഗം 2 അല്ല. പ്രസ്താവന 2: 1നും 2നും ഇടയിലുള്ള സംഖ്യയുടെ വർഗമാണ് 2. നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം. എ: 2 is not the square of any natural number or fraction. ഇത് ശരിയല്ലേ? നമ്മൾ പഠിച്ചതല്ലേ? ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 2. ഏത് നമ്പറിൻ്റെയും ഏത് ഫ്രാക്ഷൻ്റെയും വർഗം 2 അല്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. അത് ശരിയാണ്. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ബി: 2 ഈസ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ ബിറ്റ്വീൻ 1 ആൻഡ് 2. 2 എന്നത് 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള ഏതോ ഒരു നമ്പറിൻ്റെ വർഗമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ശരിയല്ലേ? 2 ഏത് നമ്പറിൻ്റെ വർഗമാണ്? അതെ, നമുക്കറിയാം 1.41 എന്ന നമ്പറിനോട് അടുത്ത ഒരു സംഖ്യയുടെ വർഗമാണ് 2 എന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബിയും കറക്റ്റാണ്. രണ്ടും ട്രൂ ആണല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് എയും സ്റ്റേറ്റ്മെൻറ്റ് ബിയും ട്രൂ ആണ്. അതായത് 3ാമത്തെ ആൻസറാണ്. ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഓഫ് ഫോർ എ എന്നതാണ് കറക്റ്റ് ആൻസർ. 3ാമത്തെ ഓപ്ഷൻ ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ എന്നതാണ് കറക്റ്റ് ആൻസർ. കാരണം 2 ഈസ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ ബിറ്റ്വീൻ 1 ആൻഡ് 2. 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള ഒരു സംഖ്യയുടെ വർഗമാണ് 2. അതുകൊണ്ടാണ് നമുക്ക് അതിനെ 2നെ ഒരു നാച്ചുറൽ നമ്പറിൻ്റെയോ ഫ്രാക്ഷനോ വർഗമാക്കിയിട്ട് എഴുതാൻ പറ്റാത്തത്.